ഇത് ഫെഡറൽ സംവിധാനത്തെ ആകപ്പാടെ തന്നെ തകർക്കുക എന്നൊരു കാര്യം കൂടിയാണ്. അതായത് എല്ലാത്തിൻ്റെയും അധികാരം, അമിതാധികാരം സ്വന്തം കയ്യിലേക്ക് കൊണ്ടുവരിക എന്ന സംഗതിയായിട്ടാണ്. എങ്ങനെയാണിത് രാഷ്ട്രീയ എതിർപക്ഷത്തിൻ്റെ അടിക്കാനായിട്ടുള്ള അവരെ വീഴ്ത്തിക്കളയാനുള്ള ആയുധമാകുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏതെങ്കിലും ഒരു കേസ് എടുക്കുക, പിടിച്ചകത്തേക്കിടുക, എന്നിട്ട് 30 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് അവിടെ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ എത്ര തവണയായിട്ട് കേരളത്തിലേക്ക് EDയും മറ്റും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ? നമ്മുടെ ഖുറാനകത്ത് സ്വർണം കടത്തി, ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തി, ഈന്തപ്പഴത്തിനകത്ത് സ്വർണം കടത്തി. ഇതിനകത്തൊന്നും മുന്നോട്ട് പോകുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പിലെ സംഭവങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വലിയ ശക്തിയായിട്ടുള്ള ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഈ നേതാവിനെ, മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ പിടിച്ചകത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു 30 ദിവസത്തേക്ക് തികച്ചെടുത്താൽ ആ സർക്കാരിനെ തന്നെയും വീഴ്ത്താൻ പറ്റും. ജനങ്ങൾ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചിട്ട് കൊണ്ടുവന്ന സർക്കാരിനെ അമിതാധികാരം പ്രയോഗിച്ചിട്ട് വ്യാജമായിട്ടുള്ള സംഗതികളിലൂടെ വീഴ്ത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം കിട്ടും എന്നതാണ് ഇതിനെ അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ളൊരു ബില്ലാക്കി മാറ്റുന്നത്. നിശ്ചയമായിട്ടും അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ EMS സർക്കാരിനെ ഈ പറയുന്ന നെഹ്റു ഗവൺമെൻറ് താഴേക്ക് വീഴ്ത്തി CIAയുടെയും മറ്റും സഹായത്തോടെ എന്നതിന് സമീപകാലത്തും വാർത്തകൾ വന്നല്ലോ. ഒരു സംസ്ഥാന സർക്കാരിനെ അവിടുത്തെ ജനം തെരഞ്ഞെടുത്ത, അവരുടെ ശരിയോ തെറ്റോ ആയിക്കോട്ടെ തെരഞ്ഞെടുപ്പ്, അവരുടെ ജനം തെരഞ്ഞെടുത്ത ഒരു സംസ്ഥാന സർക്കാരിനെ താഴേക്ക് വലിച്ചിടാൻ കേന്ദ്രത്തിന് ഒരു അവകാശവുമില്ല. എന്നു മാത്രവുമല്ല, ഒരു മന്ത്രിയോട് പറയുകയാണ് നിങ്ങൾക്കെതിരെ ആരോപണം വന്നു, നിങ്ങളെ കസ്റ്റഡിയിലേക്ക് പിടിച്ചിട്ടു, അദ്ദേഹത്തിനെതിരെ കുറ്റം തെളിഞ്ഞിട്ടില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ ഒരു കുറ്റം തെളിയുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമാണ്. അയാൾ നിരപരാധിയാണ് ആ അർത്ഥത്തിൽ. അപ്പോൾ നിരപരാധി ആയിരിക്കെ, അയാളുടെ കുറ്റം തെളിഞ്ഞിട്ടില്ല ഇതുവരെ എന്നിരിക്കെ അയാൾ 30 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ അധികാരത്തെ, അയാളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് കളയുക എന്ന് വെച്ചാൽ അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള ഏകാധിപത്യ പ്രവണതയാണ്, അമിതാധികാര പ്രവണതയാണ്. ഈ സർക്കാർ ഈ പ്രതിപക്ഷം ഇതിനെ എതിർത്ത് തോൽപ്പിക്കട്ടെ എന്ന് ഏറ്റവും ഉച്ചത്തിൽ വലിയ ആവേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിന് ഇപ്പോൾ പെട്ടെന്ന് വന്നതിന് പിന്നിൽ നിശ്ചയമായിട്ടും വോട്ട് ചോരി സംഭവങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ചർച്ചയിൽ മറുപടി പറയാനില്ല BJPക്കും കേന്ദ്ര സർക്കാരിനും മറുപടി പറയാനില്ല. അദ്ദേഹം ഉയർത്തിയ, പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണി ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഈ RDXൽ 1-2 പോയിന്റ് വായിക്കാനായിട്ട് പോലും കേന്ദ്ര സർക്കാർ ഒരു പോയിന്റും തരുന്നില്ല. അവർക്ക് മറുപടിയേ ഇല്ല. അങ്ങനെയുള്ളൊരു വിഷയം വന്നപ്പോൾ അതിനെ ഒരല്പം അങ്ങോട്ട് ശ്രദ്ധ ചതറിക്കാൻ കൂടിയിട്ടാണ് ഈ ഘട്ടത്തിൽ ഇത് കൊണ്ടുവന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു.